അത്ര രഹസ്യ ചർച്ച നടത്തിയിട്ട് നിങ്ങൾ നേടിത്തരുന്ന ഒരു സാമ്പത്തിക ലാഭവും കേരളത്തിന് വേണ്ടെന്നേ. ഞങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞ് ഇന്ന ആവശ്യത്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ, കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടത് എന്ന് പറഞ്ഞ് അത് മുൻകൂട്ടി പ്രഖ്യാപിച്ച് പരസ്യമായിട്ട് പറഞ്ഞ് അങ്ങനെ ചർച്ച ചെയ്തിട്ട് കിട്ടുന്നത് വാങ്ങിയാൽ മതി. നിങ്ങൾ RSSനോട് സന്ധി ചെയ്ത് വാങ്ങിക്കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് വേണ്ട. അത് AKG സെന്ററിന്റെ പുനരുദ്ധാരണത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഈ നിരന്തരം സവർക്കറെ പുകഴ്ത്തുന്ന, RSSനെ വാഴ്ത്തുന്ന, അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടിയിട്ട് നിരന്തരം ശബ്ദിക്കുന്ന, മോദിയുടെ ദൂതനായിട്ട് പ്രവർത്തിക്കുന്ന ആർലേക്കർ നിങ്ങൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ഗവർണറാണ്. ആയിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ആരിഫ് ഖാൻ അദ്ദേഹം ഒരു അല്പനായിരുന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. അത് UDFനും മറ്റാർക്കും തർക്കമില്ല. അദ്ദേഹത്തിന്റെ അല്പത്തരം ആദ്യം എതിർത്തത് കോൺഗ്രസ് ആണ്. കേരളത്തിന്റെ നിയമസഭയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തത് CPMന്റെ നേതൃത്വത്തിലുള്ള LDF. അന്നേരം AK ബാലൻ പറഞ്ഞത് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ്. അവസാനം ഈ ഗവർണർ പറഞ്ഞത് ദിസ് ഈസ് മൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാണ് അന്ന് പിണറായി വിജയന്റെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗം നടത്തിയത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് പിണറായി വിജയന്റെ പ്രത്യേക ശുപാർശ പ്രകാരം ഗോപിനാഥ് രവീന്ദ്രനെ വെക്കുന്നു, അവിടെ ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിപ്പിക്കാൻ വെക്കുന്നതൊക്കെ നിങ്ങളുടെ സന്ധി സംഭാഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നല്ലോ, കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമായിരുന്നല്ലോ, നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമായിരുന്നല്ലോ. അതുപോലെ തന്നെ നിരവധി പരിപാടികൾ. ഹരിയസ് കർത്ത എന്ന് പറഞ്ഞ RSSകാരനെ ഗവർണറുടെ സ്റ്റാഫായിട്ട് വെച്ചു കൊടുക്കുന്നു, ഗവർണർക്ക് അധിക ചെലവിന് വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ചു കൊടുക്കുന്നു, അതിന്റെ ബില്ല് പാസ്സാക്കി കൊടുക്കുന്നു. അങ്ങനെ പല പരിപാടികളും. അതിനുവേണ്ടി പൊതുഭരണ വകുപ്പിലെ ജ്യോതിലാൽ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ തലയെരിയാൻ വരെ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. അപ്പൊ ഇങ്ങനെയെല്ലാം നടത്തുമ്പോൾ നിങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടും പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളും ഗവർണറും തമ്മിൽ ചക്കളത്തി പോരാട്ടം നടത്തുമ്പോഴൊക്കെ കേരളത്തിൽ പ്രത്യേകമായ ഒരു സവിശേഷ സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊക്കെ പിണറായി വിജയന്റെ സർക്കാർ ഡിഫൻസിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നേരമാണ് ഗവർണർ റോട്ടിലിറങ്ങുകയും SFIക്കാരുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത് നിങ്ങൾ ചക്കളത്തി പോരാട്ടം നടത്തുന്നു എന്ന് പറഞ്ഞത്. ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ അല്പനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട ഗവർണറാണ് ആർലേക്കർ എന്ന് നിങ്ങൾ പറയുന്നത് അദ്ദേഹം ഒരു മുഴുവൻ സമയ RSSകാരനായതുകൊണ്ടാണ്, ഒതുക്കത്തിൽ കാര്യം നടത്തി തരാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഗവർണർമാർക്കെതിരെ കോടികൾ മുടക്കി വക്കീൽമാരുടെ ഇന്ന് നിയമോപദേശം നടന്നു, കോടിക്കണക്കിന് രൂപ മുടക്കി സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നു, നിരന്തരം ഫൈറ്റ് ചെയ്യുന്നുള്ള പ്രതീതി നടത്തുന്നു. എന്നിട്ട് നിങ്ങൾ ഇവരുമായിട്ട് രഹസ്യ സന്ധി സംഭാഷണം നടത്തുന്നു. വന്ന് പിണറായി വിജയന് ചായ കുടിക്കണമെങ്കിൽ, പ്രഭാത ഭക്ഷണം കഴിക്കണമെങ്കിലും RSSകാരോടൊപ്പം പറ്റുള്ളൂ, അത്താഴം കഴിക്കണമെങ്കിലും RSSകാരുടെ ഒപ്പം പറ്റുള്ളൂ എന്ന് പറയുന്ന ഗതികേടിലേക്ക് അത്രത്തോളം മടിയിൽ കനമുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നു. ഇവിടെ നിങ്ങൾ നടത്തുന്ന നയതന്ത്രത്തിലെ ചർച്ചകൾ ഞങ്ങൾ സംശയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിഷയം ഒതുക്കാൻ വേണ്ടിയിട്ടാണോ, SFIയോടെ അന്വേഷണം ഒതുക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ കരുവന്നൂരിലെയും ലാവ്ലിനിലെയും അതുപോലെയുള്ള മുഴുവൻ കൊള്ളയ്ക്കും കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിനോടുമായിട്ട് സന്ധി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ കൊടകരയിലെ കുഴൽപ്പണവും മറ്റേ മഞ്ചേശ്വരത്തെ ഇലക്ഷൻ അട്ടിമറിയും വയനാട്ടിലെ CK ജാനുവിന് കൊടുത്ത പണവും അടക്കം തൃശ്ശൂർ പൂരം കലക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ADGP MR അജിത് കുമാറിനെ ആദ്യം ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് ആർലേക്കർ ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞ് നിർമ്മലാ സീതാരാമനെ കാണുന്നു, ഇതിനൊക്കെ കാര്യകർത്താവായിട്ട് KV തോമസിനെ ഉപയോഗിക്കുന്നു. ഇതെല്ലാം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞാൽ കൊള്ളാം. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ UDF ആരിഫ് മുഹമ്മദ് ഖാനായിട്ട് സന്ധി ചെയ്തെന്ന്. ഞങ്ങൾ സന്ധി ചെയ്തില്ല മാഷേ, ഞങ്ങൾ ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ല. ഈ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഞങ്ങൾ രണ്ട് പ്രാവശ്യം മാത്രം അന്നത്തെ ഗവർണർ ആരിഫ് ഖാനുമായിട്ട് ചർച്ച നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന്, കേരളത്തിലെ ലോകായുക്തയുടെ ചിറകരിഞ്ഞുകൊണ്ട് അഴിമതിക്ക് കോപ്പ് കൂട്ടുന്ന പിണറായി സർക്കാർ അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിൽ തീരുമാനം എടുക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ തകർക്കുന്ന പിണറായി സർക്കാരിന്റെ നയത്തിനെതിരെ തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾ ചാൻസലർ ആയിട്ടുള്ള ഗവർണറോട് ആവശ്യപ്പെട്ടു. അതിനപ്പുറത്ത് യാതൊരുവിധ സന്ധി സംഭാഷണവും ഞങ്ങൾ നടത്തിയിട്ടില്ല.